വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടൈറ്റിൽ അല്ലെങ്കിൽ തംബ്നെയിൽ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. നമ്മൾ ഇന്നൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഈ വർഷം നമ്മൾ തുടക്കം തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. ബട്ട് ഡ്യൂ ടു സം ഇഷ്യൂസ് കാരണം എനിക്കത് ഉണ്ടാക്കാനായിട്ടുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ വർഷം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പിന്നെ കുഴപ്പമില്ല. കുറേ പേര് ഡിസംബർ ആ ഒരു ടൈമിലൊക്കെ ഉണ്ടായി. എനിക്കും ആ ഡിസംബർ ആ ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു, ബട്ട് കുഡന്റ് മേക്ക് ഇറ്റ്. എനിവേസ് നമ്മളിപ്പോൾ ഫസ്റ്റ് വീക്ക് ഓഫ് ജാനിലാണ് നമുക്ക് ഈ ഒരു വീക്കിൽ തന്നെ ഈ സംഭവം ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ അപ്പോൾ ഈ വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് അറിയാം വിഷൻ ബോർഡ് എന്താണ് എന്നുള്ളത്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളൊരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും. നമുക്ക് കുറേ ഗോൾസ് ഉണ്ടാവും. ഇത് അച്ചീവ് ചെയ്യണം, അത് അച്ചീവ് ചെയ്യണം, അങ്ങനെ നല്ലൊരു ജോലി കിട്ടണം, ഈ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണം, എന്തെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കണം, എന്തെങ്കിലും ഒരു ഹോബി പഠിക്കണം, ഏതെങ്കിലും കൺട്രി കറങ്ങാൻ പോകണം, ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട പ്ലേസ് കറങ്ങാൻ പോകണം, വിച്ച് ഈസ് ഓൺ യുവർ ബക്കറ്റ് ലിസ്റ്റ്. ഓക്കെ, ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസ് കറങ്ങാൻ പോകണം. പിന്നെ വേറെന്താ, ഇങ്ങനത്തെ ഈ ഒരു ഡ്രസ്സ് വാങ്ങണം, ഒരു എന്താ പറയുക ലാപ്പ് വാങ്ങണം, ക്യാമറ, എനിത്തിങ്. ഓക്കെ, നമുക്ക് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിങ്ങനെ ആലോചിക്കും, ഈ വർഷം അങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സംഭവം നമുക്ക് ആ മോട്ടിവേഷനൊക്കെ ഉണ്ടാവും. ഈ ഒരു മാസം ചിലർക്ക് ഒരു മാസം പോലും ഉണ്ടാവില്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോട്ടിവേഷൻ അങ്ങ് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷൻ ടൂളാണ്. ഓക്കെ, അത് ഫിസിക്കലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആൻഡ് ഡിജിറ്റലി ഓൾസോ, ലൈക്ക് എ സോഫ്റ്റ് കോപ്പി ഇൻ അവർ ഫോൺ, ഇൻ അവർ എന്താ പറയുക ടാബ് അല്ലെങ്കിൽ ലാപ്പ്, എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചാൽ. ഓക്കെ, ഫിസിക്കലി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിനായിട്ട് നമ്മളൊരു ബോർഡിലാണ് ഉണ്ടാക്കിയെടുക്കുക. ഒന്നുമില്ലെങ്കിൽ കാർഡ് ബോർഡ് അങ്ങനെ വലുതും, അല്ലെങ്കിൽ ഒരു ഫോം ബോർഡ്. ഞാൻ അവിടെ ഒരു ഫോം ബോർഡിലാണ് ഉണ്ടാക്കാൻ പോണത്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഈ വിഷൻ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞിട്ടാണ്. ഓക്കെ, വിഷൻ ബോർഡിൽ ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറി എടുക്കുക. ഓക്കെ, ഒരു ഡയറി പോലെ ഇതിപ്പോൾ എൻ്റെ ഡയറിയാണ് കേട്ടോ. ഒരു ഡയറി തന്നെ എടുത്തിട്ട് ഒരു ഡയറി, നിങ്ങളുടെ കയ്യിൽ എന്താ ഡയറി പേപ്പർ എന്താ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. എന്നിട്ട് 2026 വിഷൻ ബോർഡിന് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഗോൾസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ഗോൾസ് ഈ വർഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഒരു സ്റ്റഡി ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഈ വർഷം കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിയിൽ നല്ലൊരു പോസ്റ്റ് കിട്ടണം, പ്രൊമോഷൻ കിട്ടണം, അല്ലെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജോലി കയറണമെങ്കിൽ മികച്ച ജോലി കിട്ടണം, നല്ല ജോലി കിട്ടണം. നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണമെന്നുണ്ടാവും. ഇപ്പോൾ കുറേ ബക്കറ്റ് ലിസ്റ്റ് വിഷസ് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ഇതിൽ. ബക്കറ്റ് ലിസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവും. ഇഫ് യു വാണ്ട് ടു വിസിറ്റ് എ കൺട്രി, അങ്ങനെ വലുതോ. നിങ്ങൾക്ക് പുതിയൊരു ഹോബി പഠിച്ചെടുക്കണം എന്നുണ്ട്, ഹോബി ലൈക്ക് പെയിൻറ്റിങ്, എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കണം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി പഠിക്കണം, വീഡിയോഗ്രാഫി പഠിക്കണം, ക്രോഷിങ്, എനിത്തിങ്. എന്ത് ചെറിയ കാര്യമാണെങ്കിലും നിങ്ങൾക്കത് ഹാപ്പിനെസ് തരുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയറിയിൽ അത് എഴുതിയെടുക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ടാസ്ക്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇതെങ്ങനെ നിങ്ങൾ നേടിയെടുക്കുന്നുള്ളതും കൂടെ സൈഡിൽ എഴുതിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബോർഡ് എടുക്കുക. അതിനുശേഷം ബോർഡല്ല കേട്ടോ, സോറി, നമുക്ക് കുറേ പിക്ചേഴ്സ് പ്രിൻ്റ് എടുക്കണം. നിങ്ങൾ ഫിസിക്കൽ ലൈക്ക് ഒരു ബോർഡിലാണ് ഉണ്ടാക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പിക്ചേഴ്സ് പ്രിൻ്റ് എടുക്കാനുണ്ട്. ഓക്കെ, ഈ ഒരു കൺട്രി ഇപ്പോൾ കറങ്ങാൻ പോകണമെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾ ഇതാക്കിയെടുക്കുക. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ പിനിൻട്രസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിനിൻട്രസ്റ്റ് ആപ്പ് വളരെ ഒരു അടിപൊളി ആപ്പാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ നമുക്കിന്ന് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. സോ ഞാൻ ഓൾറെഡി എൻ്റെ വിഷൻ ബോർഡിലേക്കുള്ള സാധനങ്ങൾ ഇവിടെ സെറ്റാക്കി കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഇത് പോയിട്ട് പ്രിൻ്റ് എടുത്തതാണ്. ഓക്കെ, ഹലോ, അങ്ങനെ ഇതുപോലെ പലതും. ഓക്കെ, ലൈക്ക് മോട്ടിവേഷണൽ കോഡ്സ്, നിങ്ങൾക്ക് അവിടെ കറങ്ങാനൊക്കെ പോകണം, അങ്ങനത്തെ ടൈപ്പുള്ള ഒരു കളർഫുൾ രീതിയിൽ നിങ്ങൾ അത് തപ്പിയെടുത്ത് സേവ് ചെയ്യുക. എന്നിട്ട് ഒരു A4 സൈസ് ഷീറ്റിൽ, ഇപ്പം ഞാൻ ഈ ഒരു A4 സൈസ് ഷീറ്റാണെങ്കിൽ ഞാനൊരു 4
ഫോട്ടോസ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഈ ബോർഡിലേക്ക് ഒട്ടിക്കണം. ഇനി ഒട്ടിക്കേണ്ടത് സാധാ ഇതായിട്ട് ഒട്ടിക്കരുത്, നമ്മളത് എന്താ പറയുക, നല്ല ഭംഗിയുള്ള രീതിയിൽ ഒട്ടിക്കണം. നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മോട്ടിവേഷൻ തോന്നുന്നു, നമുക്കിത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് വരണം. സോ ആ രീതിയിലാണ് നമ്മൾ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായില്ലേ എന്താണെന്നുള്ളത്? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സാധനങ്ങൾ നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ എൻ്റെ ഫോം ബോർഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് വലിയൊരു ഫോം ബോർഡാണ്. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് വേണ്ടി അപ്പോൾ ഇതിൻ്റെ പാതി ഉണ്ടായിരുന്നു, വലുതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാതി ആണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. സോ എൻ്റെ വിഷൻ ബോർഡ് ഏകദേശം ഇത്ര വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വോളിലാണ് അത് ചെയ്യാൻ പോണത്, വോളിലേക്ക് ഒട്ടിച്ച് വെക്കാനാണ് പോണത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വിഷൻ ബോർഡിലുള്ള ഫോം ബോർഡ്. ഇതാണ് ഫോം ബോർഡ്. ഇന്നിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോം ബോർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ് ബോർഡും എടുക്കാം കേട്ടോ. കാർഡ് ബോർഡ് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ പിക്ചേഴ്സ് നല്ല ഭംഗിയിൽ ഒട്ടിച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഞാൻ പറഞ്ഞ പിൻഇൻട്രസ്റ്റ് ആപ്പ് ഉണ്ടല്ലോ, അത് ഇതാണ് കേട്ടോ. ഇതാണ് പിൻഇൻട്രസ്റ്റ് ആപ്പ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇതാണ്. നമുക്കിത് ജിമെയിൽ അക്കൗണ്ട് വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഫ്രീ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഓൾറെഡി ഞാൻ വിഷൻ ബോർഡ് ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞു, ഞാനും കുറേ ഐഡിയാസൊക്കെ തപ്പിയിട്ടൊക്കെയാണ് തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്യണതൊക്കെ. അപ്പോൾ ഏകദേശം നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയെടുത്ത ശേഷം ഏകദേശം ഇതുപോലെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഫോണിലോ ടാബിലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട് നമുക്കത് ചെയ്യാനുള്ളത്. ഇവിടെയൊക്കെ കൊളാഷ് ഇത് കണ്ട്, ഈ കൊളാഷ് ആപ്പൊക്കെ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഈ ഒരു സംഭവം. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഫോട്ടോസ് എടുക്കുക. നമ്മൾ എന്തെങ്കിലും ഫോട്ടോസ് ഇതായിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചാൽ അതെടുത്തിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുക. കാണിച്ചു തരാം. ഓക്കെ, ഇതാണെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ രീതിയിൽ നമുക്കതിനെ ചെറുതാക്കാം, വലുതാക്കാം. അപ്പോൾ ഇത് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ സോഫ്റ്റ് കോപ്പി അല്ല ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏകദേശം നമ്മുടെ വിഷൻ ബോർഡ്. ഏകദേശം അതുപോലെ ഉണ്ടാവും കാണാൻ. ഓക്കെ, നമ്മൾ ഏത് രീതിയിൽ അത് സെറ്റാക്കി എടുക്കണോ അതുപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇതാണ് പിൻഇൻട്രസ്റ്റ് കേട്ടോ. ഇതിലിപ്പോൾ വിഷൻ ബോർഡ് മാത്രമല്ല, അത് നമുക്കിത് ഇഷ്ടം പോലെ ഇവിടെ ഹോമിൽ പോയാൽ തന്നെ കണ്ടോ. ഞാൻ കൂടുതലും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഹോം ഡെക്കോർ, പിന്നെ അങ്ങനെ പല ഐഡിയാസ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നോക്കാറുണ്ട്. ഞാൻ മാത്രമല്ല, ഇഷ്ടം പോലെ ആൾക്കാർ ഈ ആപ്പ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ നമുക്ക് ഐഡിയാസ് കിട്ടും, അങ്ങനെ എന്തൊക്കെ ചെയ്യണം, എന്താണ് ഏതാണ്. നമ്മളിവിടെ സെർച്ച് ബാറുണ്ട്, സെർച്ച് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് അതിൻ്റെ ഐഡിയാസ് നമുക്ക് തരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് പിൻഇൻട്രസ്റ്റ്. ഓക്കെ, ഒരു 2026 എന്നുള്ള സാധനം കൂടെ എടുക്കണം കേട്ടോ നിങ്ങൾ. 2026 ഒരു ഇയർ, ഈ ഇയർ ചെയ്യാൻ പോണ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അതും കൂടെ എടുക്കണേ. ഇപ്പം ഇത് ഒട്ടിച്ച് വെച്ചാൽ മാത്രം കൊണ്ടായില്ല കേട്ടോ, ഇതിനു വേണ്ടി പരിശ്രമിക്കുകയും കൂടെ വേണം. വി നീഡ് ടു വർക്ക് ഹാർഡ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒട്ടിച്ച് വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാനും നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്താ പറയുക, ഹാർഡ് വർക്കോടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമല്ലോ, അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ വിഷൻ ബോർഡ്. എവിടെ എടുത്ത് നോക്കിയാൽ എല്ലാവരും വിഷൻ ബോർഡ് ഉണ്ടാക്കലാണ് പണി. ഓക്കെ, അപ്പോൾ നിങ്ങളും ഉണ്ടാക്കിക്കോ. ഓക്കെ, ഇനിയിപ്പോൾ ജനുവരി ആയി, പാതിയായി എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഈ വർഷം ലാസ്റ്റ് നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നടക്കും ഇല്ലേ എന്നുള്ളതൊക്കെ. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നും നടന്നില്ലെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് അതിന് വേണ്ടി പരിശ്രമിച്ചുവല്ലോ, വി ട്രൈഡ് അറ്റ്ലീസ്റ്റ്. ഓക്കെ, അപ്പോൾ മേ ബി അടുത്ത വർഷമായിരിക്കും നമ്മൾ ആ ഒരു നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ സാധിക്കുക എന്നുള്ള രീതിയിലായിരിക്കും മേ ബി. ഐ ഡോണ്ട് നോ. നമുക്കെന്തായാലും ട്രൈ ചെയ്യുന്നതിൽ വലിയ നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ, നമ്മൾ ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മളിതൊക്കെ കട്ട് ചെയ്ത ശേഷം കാണാം കേട്ടോ. ഇപ്പം നമ്മളുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് മോട്ടിവേഷണൽ കോട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കോട്ട്സൊക്കെ ഇതാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ
ഹെൽത്തി ബോഡി മൈൻഡ് അങ്ങനെ അങ്ങനെ ലൈക്ക് നമ്മളെ മോട്ടിവേറ്റ് ആക്കാൻ പറ്റുന്ന എന്ത് കോട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അതൊക്കെ ലൈക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കണം കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ ചെയ്യാൻ തോന്നണം. അങ്ങനത്തെ രീതിയിലുള്ള പോസിറ്റീവ് എനർജി അങ്ങനത്തെ ഇതൊക്കെ. അപ്പോൾ ഇതൊന്നും കൂടെ കട്ട് ചെയ്തെടുക്കാണ്ട് ഇതിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഏകദേശം കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ഈ ഫോം ബോർഡിലേക്ക് നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ പൊട്ടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മോട്ടിവേഷണൽ കോട്ട്സ് അതിനെയൊക്കെ ഏകദേശം ഇതുപോലെയൊക്കെ നമ്മൾ വെട്ടിയെടുക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഇടയിലൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ ബോർഡ് വെച്ചിട്ട് നമ്മൾ 2026 ഇടയിൽ വെക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം ഒരു ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇതിനെ ഫുള്ള് പേസ്റ്റ് ചെയ്തെടുക്കുക. കുറേ നേരം ഇതിൻ്റെ പിന്നാലെ നിന്നല്ലേ കഞ്ഞി പാതി കുറച്ചും കൂടെ ഒട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോഴേക്കും എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി ഈവനിങ് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അടുത്ത ഇതിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ വിഷൻ ബോർഡ് റെഡിയായി. ഇതാണ് നമ്മുടെ 2026 വിഷൻ ബോർഡ്. ഓക്കെ, ഒരു കാര്യമുണ്ട്, വിഷൻ ബോർഡ് നമ്മൾ വെക്കേണ്ട എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും കാണുന്ന സ്ഥലത്തായിരിക്കണം. ഓക്കെ, അത് നമ്മൾ ഇങ്ങനെ കൂടുതൽ നേരം കാണുന്ന ഒരു ഏരിയയിലായിരിക്കണം നിങ്ങളിത് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. എണീറ്റ് കഴിഞ്ഞാൽ തന്നെ കാണുന്നത് ഞാൻ ഈ ഒരു വോളാണ് ഫസ്റ്റ്. മീൻസ് ഇവിടുത്തെ ആ പോളറോയിഡ് ഫോട്ടോസ് ഒട്ടിച്ചിട്ടുള്ള ഭാഗമുണ്ടല്ലോ, അതുകൂടാതെ ഈ ഒരു വോളാണ് ഞാൻ കാണാറ്. അപ്പോൾ ഈ വോളിനായിട്ടാണ് നമ്മൾ തന്നെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പോണത്. അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എൻ്റെ ഫസ്റ്റ് എന്താ പറയുക വിഷൻ ബോർഡ്. ഓക്കെ, വിഷൻ ബോർഡ് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇത്രയ്ക്ക് ഇതാവുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇവിടെ ചുമരിൽ ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വിഷൻ ബോർഡ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പ്രോസസ്സ്. നമ്മൾ കഷ്ടപ്പെട്ട ഒരു ബോർഡിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക, എന്നിട്ട് അതിന് വേണ്ടി നമ്മൾ ഓരോ ഇതായി ശ്രമിക്കുക എന്നുള്ള രീതിയിൽ ഒരു ഇത് ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് പ്രോസസ്സ്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ ഒരു എന്താ പറയുക ഒരു ക്രാഫ്റ്റ് ഓർ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കും കൂടെ ആണല്ലോ. കുറേ നേരം എടുത്തു അതൊന്ന് അസംബിൾ ചെയ്തെടുക്കാൻ, പക്ഷേ വർത്ത് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഫസ്റ്റ് വിഷൻ ബോർഡ്. ഓക്കെ, സോ നിങ്ങളിത് എപ്പോഴും നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടാവണ രീതിയിൽ, ഇപ്പം എപ്പോഴും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ രാവിലെ അത് കാണണം. നമ്മൾ എന്തെങ്കിലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാണാനല്ലേ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വല്ല സ്ഥലത്ത് ഒട്ടിക്കുക അങ്ങനെ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലും ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കൊളാഷൊക്കെ ചെയ്തിട്ട് പല ആപ്സ് ഉണ്ട്. ക്യാൻവയിലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ക്യാൻവയിലാണ് ഞാൻ കൂടുതലും എന്താ പറയുക എൻ്റെ തംബ്നെയിൽ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാറുള്ളത്. അതിൽ ഇങ്ങനത്തെ കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ക്യാൻവയിലുണ്ട്, പിന്നെ പിന്നിൻട്രസ്റ്റിൽ തന്നെ കൊളാഷിൽ ആ ഭാഗത്ത് അവിടെയുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ ഫോണിൽ തന്നെ കൊളാജ് ഉണ്ടാക്കണ സംഭവം ഉണ്ടല്ലോ, അതിലും വേണമെങ്കിൽ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക വാൾപേപ്പർ ആക്കി ഇടാം. അതാകുമ്പോൾ നമ്മൾ ഫോൺ നമ്മളുടെ കയ്യിൽ എന്നും ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ എന്താ പറയുക അങ്ങനെയും നമുക്കിതാവാം. ഓക്കെ, സോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഈ വർഷം നടക്കും എന്നുള്ളത് നമുക്ക് ഈ വർഷം അവസാനം നോക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഒരു കാര്യം നടന്നില്ലെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ആലോചിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് നെവർ വേസ്റ്റഡ്. അപ്പോൾ മേ ബി നെക്സ്റ്റ് ഇയർ ഒക്കെ ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയി എന്ന് വരും. നമുക്ക് ഇതിന്ന് അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയെന്ന് വരും. ഓക്കെ, എന്തായാലും നോക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നിപ്പോൾ ഇത് ഇവിടെ ഒട്ടിക്കണം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് വീഡിയോ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ഈ വർഷം കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നോർമൽ വ്ളോഗ്സും ഉണ്ടാവും, അതുകൂടാതെ തന്നെ
നിങ്ങൾക്കും കൂടെ വല്ല ഉപകാരം വരുന്ന രീതിയിലുള്ള വല്ല വീഡിയോസൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെയൊക്കെ നടക്കട്ടെ. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തായാലും ഇന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ട്രൈ ചെയ്യാതിരിക്കരുത്. ഇനിയിപ്പോൾ ഫോം ബോർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ട്രൈ ചെയ്യാതിരിക്കരുത്. സാധാ കാർഡ് ബോർഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഒന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറിയിൽ വരെ എഴുതിയെടുക്കാം. ചിലർക്ക് ഇത് വരച്ചെടുക്കാൻ പറ്റും, ചിലർ വരച്ച് അവരുടെ ക്രിയേറ്റിവിറ്റി ഇതാക്കി ചെയ്യാൻ പറ്റും. പല രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ യെസ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. പിന്നെ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.